എപ്പിസോഡ് 5 തുടക്കത്തിൽ നായകനും മക്കളും ഒരുമിച്ചിരുന്ന് ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ഇളയ മോൾ നായകനോട്, ഞാൻ ഈ വീട്ടിലേക്ക് ഫസ്റ്റ് വന്നപ്പോൾ അച്ഛൻ്റെ ഒരു സോങ് പ്ലേ ചെയ്തെന്നും അത് കേട്ട് മുത്തശ്ശി അച്ഛനാണെന്ന് വിചാരിച്ച് ഗുണ ഗുണ എന്ന് വിളിച്ചെന്നും പറയുന്നു. അപ്പോൾ അത് കേട്ട് നായകനും എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ നായിക അവിടേക്ക് വന്നിട്ട് നാളെ സ്കൂളിൽ പോകണമെന്നും ഇതേപോലെ ഇരുന്ന് രാത്രി സംസാരിക്കരുതെന്നും പോയി കിടക്കാനും പറയുന്നു. അപ്പോൾ നായകൻ അമ്മയെ ദേഷ്യം പിടിപ്പിക്കരുതെന്നും പോയി കിടക്കാനും പറയുന്നു. അത് കഴിഞ്ഞ് നായിക മക്കളെ റൂമിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു വരുമ്പോൾ നായകനോട് ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നു. അപ്പോൾ നായകൻ അവരുമായിട്ടുള്ളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. ഫ്ലാഷ് ബാക്കിൽ അവരൊരു റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നായകൻ നായികയ്ക്ക് കിങ് ഫിഷ് റവ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്യുന്നത് നായകൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ച് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ മക്കളിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മോള് നായികയോട് ചട്നി നല്ലതാണെന്നും നായിക അതിന് താങ്ക്യൂയും പറയുന്നു. അപ്പോൾ മോള് നായികയോട് അച്ഛനെ എല്ലാവരും കഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും അമ്മയും അത് ചെയ്യരുതെന്നും പറയുന്നു. അപ്പോൾ അതിന് അമ്മ അതെന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഒരുപാട് മിസ് ചെയ്യേണ്ടെന്ന് പറയുന്നു. അതിന് നായകൻ്റെ മുഖത്തേക്ക് ഒരു എക്സ്പ്രഷൻ വെച്ച് നോക്കുന്നു. അപ്പോൾ മോൾ നായികയോട് അച്ഛനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നു. അപ്പോഴേക്കും ബസ് വരുന്ന സമയമായതുകൊണ്ട് മക്കളെ നായിക യാത്രയാക്കുന്നു. കുട്ടികളെ യാത്രയാക്കി നായിക തിരിച്ച് ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ നായകൻ നായികയോട് താങ്ക്സ് പറയുന്നു. അപ്പോൾ നായിക എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഞാനില്ലാത്തതിൻ്റെ കുറവ് അല്ലാതെ നീ കുട്ടികളെ നല്ലോണം നോക്കിയതിന് താങ്ക്സ് എന്ന് പറയുമ്പോൾ നായിക ഒന്നും മിണ്ടാതെ അടുക്കളയ്ക്ക് പോകുന്നു. അങ്ങനെ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ALH ഫേമാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ഹരിദീപക് ഫേമിൻ്റെ ഹെഡിനോട് ധന്യ രാമചന്ദ്രൻ്റെ കേസ് വീട്ടിൽ വെച്ച് നടത്താൻ കോടതി വിധി വന്നു എന്ന് പറയുന്നു. അതിന് ഫേമിൻ്റെ ഹെഡ് അപ്പോൾ കോയമ്പത്തൂർക്ക് പോകണമല്ലേ എന്ന് ചോദിക്കുന്നതിന് ഹരിദീപക് യെസ് പറയുന്നു. കൂടാതെ അവൻ ഫേമിൻ്റെ ഹെഡിനോട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറയുന്നു. ഫേമിൻ്റെ ഹെഡ് ട്രാവൽ ഏജൻസിയെ വിളിച്ച് 2 ടിക്കറ്റ് 4 മണിക്ക് കോയമ്പത്തൂർക്ക് ബുക്ക് ചെയ്യണമെന്ന് പറയുന്നു. ഒന്ന് ഹരിദീപകിൻ്റെ പേരിലും ഒന്ന് തരുണികയുടെ പേരിലും എന്ന് പറയുന്നതിന് ഹരിദീപക് ഫേമിൻ്റെ ഹെഡിനോട് എന്തിനാണ് തരുണിക കൂടെ വന്നെ എന്ന് ചോദിക്കുന്നതിന് ഫേമിൻ്റെ ഹെഡ് നിനക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നതിന് അവന് ദേഷ്യപ്പെടുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ധന്യ രാമചന്ദ്രൻ ഒരു പ്രഗ്നൻറ്റ് ലേഡിയാണെന്നും അപ്പോൾ കൂടെ ഒരു സ്ത്രീ ഉള്ളത് നല്ലതാണെന്നും മജിസ്ട്രേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണെന്നും പറയുന്നതിന് അവന് ഓക്കെ പറയുന്നു. അപ്പോൾ നായിക ഫേമിൻ്റെ ഹെഡിൻ്റെ അടുത്തേക്ക് വന്നൊരു ഫയൽ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഹരിദീപക് നായികയോട് പോയി 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്യാനും നമുക്ക് കോയമ്പത്തൂർക്ക് പോകണമെന്നും പറയുന്നതിന് നായിക ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. നായിക തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നായകൻ അവളെ നോക്കി ചിരിക്കുമ്പോൾ നായിക റൂമിലേക്ക് പോയി ഡ്രസ്സ് പാക്ക് ചെയ്യുന്നു. അപ്പോൾ നായകൻ വന്ന് എവിടേക്കോ പോകാൻ നിൽക്കുവാണോ എന്ന് ചോദിക്കുന്നതിന് നായിക യെസ് ഞാൻ കോയമ്പത്തൂർക്ക് പോകുകയാണ്, ഒരു എമർജൻസി കേസാണ്, ജഡ്ജിൻ്റെ വീട്ടിൽ വെച്ചാണ് കേസ് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നായകൻ നായികയോട് നിൻ്റെ കേസാണോ എന്ന് ചോദിക്കുന്നു. അതിന് നായിക അല്ല ഹരിദീപകിൻ്റെ കേസാണെന്ന് പറയുന്നു. നായകൻ നായികയോട് 2 പേരും ഒരേ ഹോട്ടലിലാണോ താമസം എന്ന് ചോദിക്കുന്നതിന് നായകനെ ചീത്ത പറയുന്നു. നീ എപ്പോഴെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്നും നിനക്ക് മാത്രം എന്താണ് ഇത്രയും ഡിസ്കസ്റ്റിംഗ് ചിന്ത എന്നും നായകനോട് ചോദിക്കുന്നു. ഞാൻ വർക്കാണെന്ന് പറഞ്ഞാൽ വർക്ക് മാത്രമായിരിക്കും, അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് നായകനോട് പറയുന്നു. നായകൻ്റെ വൃത്തികെട്ട ചിന്ത മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് അവിടെ നിന്ന് പോകുമ്പോൾ നായകയെ നോക്കുന്നിടത്ത് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ കോയമ്പത്തൂരിൽ ജഡ്ജിൻ്റെ വീട്ടിലെ കേസ് ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ ഹരിദീപക് എൻ്റെ ക്ലയൻ്റായ ധന്യ രാമചന്ദ്രൻ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണെന്നും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട് എന്ന് പറയുന്നു. ആ കണ്ടീഷൻ്റെ പേര് ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം ആണെന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജ് അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിന് ഹരിദീപക് അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ അതായത് ഹാർട്ടിലെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡെവലപ്പ് ആവാത്ത കണ്ടീഷനെയാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നതെന്ന് ഹരിദീപക് ജഡ്ജിനോട് പറയുന്നു. അപകടം പിടിച്ച സിറ്റുവേഷനിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കാനുള്ള ഏക വഴി ഇൻ യൂട്രോ സർജിക്കൽ ഇൻ്റർവെൻഷൻ ആണെന്ന് ഹരിദീപക് പറയുന്നു. ഈ പ്രൊസീജിയറിനാണ് അവരുടെ ലൈഫ് ലൈൻ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ധന്യ രാമചന്ദ്രൻ്റെ ഡോക്ടറും ഇത് സമ്മതിക്കുന്നു. ശരിയാണ്, ഫീറ്റസിൻ്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നും ഇപ്പോൾ തന്നെ സർജറി വേണമെന്നും പറയുന്നു. അപ്പോൾ ജഡ്ജി കറസ്പോണ്ടൻറ്റ് കൗൺസിൽ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുന്നതിന് അവരൊരു ഫീഡിംഗ് മദറാണെന്നും ഇപ്പോൾ തന്നെ വരുമെന്നും പറയുന്നു. അപ്പോൾ തന്നെ അവരവിടേക്ക് വരുന്നു. അപ്പോൾ ജഡ്ജ് കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെയാണോ ഈ സർജറി വേണമെന്ന് ചോദിക്കുന്നതിന് ഡോക്ടർ യെസ് പറയുമ്പോൾ ഈ ഓപ്പോസിറ്റ് കൗൺസിൽ പറ്റില്ല, ഇത് ഞങ്ങളുടെ പോളിസിയിൽ അനുസരിച്ച് വരില്ല എന്നും ഇതൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നതും എക്സ്പെരിമെൻ്റൽ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നും എക്സ്പെരിമെൻ്റൽ ഞങ്ങളുടെ കവറേജിൽ അണ്ടറിൽ പെടില്ല എന്നും പറയുന്നു. അപ്പോൾ ഹരിദീപക് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റിനെ എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഇനി സർവൈവൽ ചെയ്യാനുള്ള ഏക ഓപ്ഷൻ ഈ സർജറി ആണെന്നും ഹരിദീപക് പറയുന്നു. അപ്പോൾ ജഡ്ജി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഓപ്പോസിറ്റ് കൗൺസിൽ എൻ്റെ കുഞ്ഞിന് റിയലി വിശക്കുന്നുണ്ടെന്നും എനിക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് വേണമെന്ന് പറയുന്നതിന് ജഡ്ജി ഓക്കെ എന്നാൽ പോയി ഫീഡ് ചെയ്തോളൂ എന്ന് പറയുന്നു.
ഹരിദീപക് അപ്പോൾ ജഡ്ജിയോട് നമുക്ക് ഓരോ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണെന്നും ആ കുഞ്ഞിന് പെട്ടെന്ന് സർജറി വേണമെന്നും പറയുന്നതിന് ജഡ്ജി ഇത് കുറച്ച് കോംപ്ലക്സ് കേസ് ആണെന്നും എനിക്ക് അവരോട് വീഡിയോ കോളിൽ സംസാരിക്കണമെന്നും പറയുന്നതിന് അവർ ഓക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഈ ഓപ്പോസിറ്റ് ജഡ്ജ് അവരോട് ഞാൻ ഈ കേസ് അതായത് ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ഇത് കവർ ചെയ്യാം, അതിന് നീ ഒരു കാര്യം ചെയ്യണം, അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന ലോസ്യൂട്ട് പിൻവലിക്കണമെന്നും 63 ഫാമിലിക്കെതിരെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലോസ്യൂട്ട് പിൻവലിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഹരിദീപക് അവരോട് ഇതൊരു നമ്പർ ഗെയിമാണോ, ഇനി അതുമാത്രമല്ല വേറെന്തെങ്കിലും പിൻവലിക്കുന്നത് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ മനസാക്ഷി ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലെന്നും ഞാൻ ഒരു ലോസ്യൂട്ട് ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല എന്നും ഹരിദീപക് പറയുന്നു. കേസ് കോർട്ടിൽ നടന്നിരിക്കും, ഞങ്ങൾ ജയിക്കും എന്ന് ഹരിദീപക് പറയുന്നു. അടുത്ത സീനിൽ നായികയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് നായകൻ പിയോട് അവർ എന്നെ ശരിക്കും കോർണർ ചെയ്യുമെന്നും ഇനി കോർണർ ചെയ്താൽ ഞാൻ ഞെരുങ്ങിപ്പോകുമെന്നും പറയുന്നു. അപ്പോൾ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല എന്ന് പിയെ പറയുന്നു. ഇത് കേട്ടുകൊണ്ട് മോൻ അവിടേക്ക് വരുന്നു. മോൻ വന്ന അച്ഛനോട് അച്ഛൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് ആരോ അയച്ചു എന്ന് പറഞ്ഞ് അച്ഛന് കാണിച്ചു കൊടുക്കുന്നു. നായകൻ മോനോട് ഇതിനെപ്പറ്റി നീ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മോൻ ഇല്ല, അമ്മയ്ക്ക് ഹേർട്ട് ആവും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നു. നായകൻ മോനോട് പൊക്കോളാൻ പറഞ്ഞിട്ട് ആ ഫോട്ടോ പിയെ കാണിച്ചു കൊടുത്തിട്ട് തിള്ളൈ രാമലിംഗം എന്ന് പറയുന്നു. അടുത്ത സീനിൽ ഹരിയും ഫേമിൻ്റെ ഹെഡും തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഫേമിൻ്റെ ഹെഡ് ഹരിയോട് നീ പൊളിറ്റിക്കൽ അപ്രോച്ച് ട്രൈ ചെയ്യാൻ പറയുന്നു. IDAI ചെയർമാനെ പ്രഷർ ചെയ്യാൻ, ലൈഫ് ലൈനിനെ പ്രഷർ ചെയ്യാൻ അയാളോട് പറയാൻ പറയുന്നു. അപ്പോൾ ഹരി ഫേമിൻ്റെ ഹെഡിനോട് ആ ചെയർമാൻ എൻ്റെ ഫ്രണ്ട് അല്ലെന്നും ഞാൻ എങ്ങനെ അയാളോട് പോയി പറയാനാണെന്നും ചോദിക്കുന്നതിന് ഫേമിൻ്റെ ഹെഡ് അയാൾ നിൻ്റെ ഫ്രണ്ട് അല്ലായിരിക്കും, പക്ഷെ ഗുണയുടെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് തരുണികയോട് പറയാൻ അവനോട് പറയുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിക റൂമിലേക്ക് കയറി വരുന്നു. നായിക ഹരിയോട് നീ സംസാരിക്കുന്നത് കേട്ടിട്ട് നിനക്ക് ഈ കേസ് വളരെ പേഴ്സണൽ ആണോ എന്ന് തോന്നുന്നു എന്ന് പറയുന്നതിന് ഹരി യെസ്, എനിക്കിത് പേഴ്സണലാണ്, കാരണം എൻ്റെ അമ്മയും ഇതേ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അനിയത്തി എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അവർക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് അവർക്ക് ഉണ്ടായത് ഒരു സ്റ്റിൽ ബോൺ ചൈൽഡ് ആണെന്ന് ഹരി നായികയോട് പറയുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലയൻറ്റിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുതെന്ന് ഹരി വളരെ ഇമോഷണലായി നായികയോട് പറയുന്നു. സംസാരിച്ച് ഹരി ഒരു റൊമാൻറ്റിക് അപ്രോച്ചിലേക്ക് വരുന്നത് നായിക ശ്രദ്ധിക്കുമ്പോൾ നായിക ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ, നമുക്ക് ഉറങ്ങാം എന്ന് പറഞ്ഞ് നായികയുടെ റൂമിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ കേസ് ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ധന്യ രാമചന്ദ്രനോട് വീഡിയോ കോളിൽ ഓപ്പോസിറ്റ് വക്കീൽ സംസാരിക്കുമ്പോൾ ആ പെണ്ണ് ധന്യയോട് നീ അബോഷനെ പറ്റി ഒരു അവയർനെസ് എടുത്തിരുന്നു എന്ന് ചോദിക്കുന്നതിന് ധന്യ യെസ് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ വയറ്റിൽ കിടക്കുന്നതെല്ലാം ഫീറ്റസും നിന്റെ വയറ്റിൽ കിടക്കുന്നത് മാത്രം എന്താ കുഞ്ഞ് എന്ന് ചോദിക്കുന്നതിന് ജഡ്ജ് ഈ ഓപ്പോസിറ്റ് വക്കീലിനെ വഴക്ക് പറയുന്നു. ഇതേപോലെ ഒരിക്കലും സംസാരിക്കരുതെന്നും ഒരു ക്ലയൻറ്റിനോട് ഒരിക്കലും ഇതേപോലെ സംസാരിക്കരുതെന്നും പറയുന്നു. അപ്പോൾ ഈ ഓപ്പോസിറ്റ് വക്കീൽ എനിക്ക് ധന്യയുടെ ഹസ്ബൻഡിനെ ഒന്ന് വാദിക്കണം, ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ചെയ്തോളാൻ പറയുമ്പോൾ നിങ്ങൾ ഹസ്ബൻഡ്, അതായത് ധന്യയുടെ ഹസ്ബൻഡ് ഒരു മാസം മുമ്പ് കൂർഗിലേക്ക് ടൂർ പോയിരുന്നു, ഒരു മാസമല്ല കുറച്ച് നാൾ മുമ്പ് കൂർഗിലേക്ക് ടൂർ പോയിരുന്നു, അവിടെ വെച്ച് സ്മോക്ക് ചെയ്തിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് ധന്യ രാമചന്ദ്രൻ്റെ ഹസ്ബൻഡ് ഉത്തരം പറയാതെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് വക്കീൽ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. അതിനകത്ത് അവൻ സ്മോക്ക് ചെയ്തത് പറയുന്നു. അപ്പോൾ നീ നേരത്തെ ടുബാക്കോ വലിച്ചിട്ടുണ്ടോ, സ്മോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇല്ല എന്നല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജി കള്ളം പറഞ്ഞതിന് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഡിനൈ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കേസ് തോറ്റ പോലെ കാണിക്കുന്നു. അടുത്ത സീനിൽ നായികയും ഹരിയും ഹോട്ടലിൽ നീ ഒരുപാട് ട്രൈ ചെയ്തു എന്ന് നായകനോട് പറയുന്നു. അതോടൊപ്പം നായകനോട് ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, കേസ് തോറ്റാലും നീ നിൻ്റെ ഭാഗം കറക്റ്റായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവൻ്റെ ഷോൾഡറിൽ പിടിക്കുമ്പോൾ അവൻ അവളെ കിസ് ചെയ്യാൻ പോകുന്ന പോലെ തോന്നുമ്പോൾ നായിക അത് തടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നായിക പെട്ടിയിൽ നിന്നും ഡ്രസ്സെല്ലാം പുറത്തെടുത്ത് വയ്ക്കുന്നതിനിടയിൽ ഹരിദീപക് നായികയെ വിളിക്കുന്നു. പക്ഷേ അയാൾ ഒന്നും പറയാതെ ഫോൺ വയ്ക്കുന്നു. നായിക കോയമ്പത്തൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഹസ്ബൻഡ് വീട് എല്ലാം കോസിയാക്കി ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നായിക ഞാൻ ഇത്രയും വീട് നല്ല കോസിയായിരിക്കുമെന്ന് പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ നായകൻ കുട്ടികളൊരു ഡേ ട്രിപ്പിന് പോയി, സോ ഞാനൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇരുന്നതാണെന്ന് പറയുന്നു. ഹൗ അബൌട്ട് ദ കേസ് എന്ന് ചോദിക്കുമ്പോൾ നായിക വി ലോസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ നായകൻ സാരമില്ല എന്ന് പറയുമ്പോൾ നായിക ക്യാൻ ഐ ജോയിൻ യു എന്ന് ചോദിക്കുന്നതിന് ഓഫ് കോഴ്സ് എന്ന് പറയുന്നു നായകൻ. നായിക ഒരു ചിൽഡ് ബിയർ എടുത്തുകൊണ്ട് വന്ന് നായകനോട് ചിയേഴ്സ് എന്ന് പറയുമ്പോൾ നായകൻ ഒരു ഡ്രിങ്ക് നായികയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ നായിക ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഓ മൈ ഗോഡ്, ഞാനിത് കുടിച്ചിട്ട് എത്ര നാളായി, ഇതിനെപ്പറ്റി നമ്മൾ എങ്ങനെ മറന്നു എന്ന് ചോദിക്കുന്നു. നായിക ഡ്രിങ്ക് കുടിക്കുന്നു. നായകനും നായികയും നല്ലൊരു മൊമെൻറ്റ് പങ്കിടുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നായകൻ നായികയുടെ കയ്യിലൊക്കെ കയറി പിടിച്ചൊരു റൊമാൻറ്റിക് മൊമെൻറ്റ് വരാൻ തുടങ്ങുമ്പോൾ നായിക എന്തോ ആലോചിച്ചിട്ട് പുറത്തേക്ക് എണീറ്റ് പോകുന്നു. ഹരിദീപക് ധന്യയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡോക്ടറും അവരെ നോക്കാത്തത് കണ്ട് അവന് ഫ്രസ്ട്രേഷൻ വരുന്നു. അപ്പോൾ അവൻ ഡോക്ടറിനോട് എല്ലാവരോടും ചോദിക്കും എമർജൻസി പേഷ്യൻ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് ചില പോളിസി ഉണ്ടെന്നും ഇത് പറ്റില്ല എന്നും പറയുന്നു. അവൻ സങ്കടം സഹിക്കാനാവാതെ അവൻ നായികയുടെ വീട്ടിലേക്ക് വന്ന് ഗുണയെ കാണണമെന്ന് പറയുന്നു.
ഹരി ഗുണയോട് ചെയർമാനെ കണ്ട് ഒന്ന് സംസാരിക്കാമോ എന്നും നിങ്ങൾ സംസാരിക്കുന്നതോടെ ഒരു അമ്മയും കുഞ്ഞും രക്ഷപ്പെടുമെന്ന് പറയുന്നു. അപ്പോൾ ഗുണ യെസ്, കേസ് ഡീറ്റെയിൽസ് എനിക്ക് അയക്കാനും ഞാൻ എന്തായാലും ചെയർമാനോട് സംസാരിക്കാം എന്ന് പറയുന്നു. അവൻ അപ്പോൾ തിരിച്ചു പോകാൻ നേരത്ത് ഹരിദീപക് ഗുണയോട് തരുണികയ്ക്ക് വർക്ക് ലോഡ് കൂടുതലാണെന്നും അതുകൊണ്ടാണ് ലേറ്റ് നൈറ്റ് സ്റ്റേ ചെയ്യാൻ എന്ന് പറയുന്നു. അതിന് നായകൻ എനിക്ക് എൻ്റെ വൈഫിനെ അറിയാമെന്ന് പറയുന്നു. അദ്ദേഹം പോകുമ്പോൾ, അതായത് ഹരിദീപക് അവിടെ നിന്ന് പോകുമ്പോൾ നായകൻ ഹരിദീപകിനെ ഒരു എക്സ്പ്രഷനിൽ നോക്കുന്നതോടെ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ഫേമിൽ വെച്ച് ഹരിദീപക് നായികയെ ധന്യ രാമകൃഷ്ണൻ വീഡിയോ കോളാണെന്ന് പറഞ്ഞ് വിളിക്കുന്നു. അതിനകത്ത് അവർ ധന്യ രാമകൃഷ്ണൻ നായികയോടും ഗുണയോടും ഹരിയോടും എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങൾ കാരണമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചതെന്നും അപ്പോൾ നമുക്ക് മനസ്സിലാവും സർജറി സക്സസ്ഫുള്ളായി നടന്നുവെന്നും. ഹസ്ബൻഡും ഇവരോട് നന്ദി പറയുന്നു. വീഡിയോ കോൾ കട്ടായതിനു ശേഷം ഹരി നായികയോട് എല്ലാ ക്രെഡിറ്റും ഗുണയ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ നായിക നിൻ്റെ ഹാർഡ് വർക്കിനാണ് ഈ സക്സസ് എന്ന് പറയുന്നു, കൺഗ്രാജുലേഷൻസ് എന്നും പറഞ്ഞ് ഞാൻ റൂമിൽ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ തിള്ളി രാമചന്ദ്രൻ സ്നേഹയെ അയാളുടെ ഓഫീസിലേക്ക് വിളിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് അയാൾ സ്നേഹയോട് ഗുണശേഖരൻ്റെ കേസിൽ നിനക്ക് ഹാജരാകാൻ വേണ്ടി ഒരു സമ്മൻസ് വന്നു എന്ന് കേട്ടല്ലോ. അപ്പോൾ സ്നേഹ അയാളോട് ഹാജരായിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ് ഉള്ളത്, എനിക്ക് ഒരു സാധനവും ടെസ്റ്റിഫൈ ചെയ്യാനില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാൾ സ്നേഹയോട് നീ ഗുണയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാമെന്നും അയാൾക്ക് വേണ്ടി ചെയ്ത ഷെയ്ഡി ഡീലിങ്സ് എല്ലാം പറയണമെന്നും പറയുന്നു. കോടതിയിൽ നീ ഗുണയും ആ ഡ്രഗ് ആൾക്കാരും തമ്മിലുള്ള സാധനം സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെയും ഈ കേസിൽ കണക്ട് ചെയ്യുമെന്ന് അയാൾ സ്നേഹയെ ഭീഷണിപ്പെടുത്തുന്നു. ഗുണ ചെയ്ത തെറ്റിന് നീ ജയിലിൽ പോകണോ വേണോ എന്ന് നീ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നായകൻ്റെ ഫോണിലേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരാൾ നായികയുടെയും ഹരിയുടെയും ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ ഫോട്ടോ നായകൻ്റെ ഫോണിലേക്ക് അയക്കുന്നു. നായകൻ ആ വീഡിയോ ദേഷ്യത്തോടെ നോക്കുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.